RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാനിപ്രേഷൻസും നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇപ്പോൾ വേൾഡിലെ ഏറ്റവും ടോപ്പ് ക്ലബ്ബ് ആരാന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗും ലാ ലീഗും ബുണ്ടസ് ലീഗും ലീഗ് വണ്ണും സിരിയയും ഇതൊക്കെ അവരുടെ ലീഗിൽ ഏകദേശം പകുതിയിലെത്തി എന്ന് പറയുന്നത്, അതുപോലെ ചാമ്പ്യൻസ് ലീഗും. അപ്പോൾ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഏറ്റവും ടോപ്പ് ടീമാണെന്ന് ഒപ്റ്റയുടെ ഒരു വിലയിരുത്തലാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ 20 ടീമുകൾ, 20 റാങ്കിങ്ങിലുള്ള ടീമുകളെ കുറിച്ച് നമ്മളൊന്ന് പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് 20 തുടങ്ങാം. അത് 20 സ്ഥാനത്തുള്ളത് നമ്മുടെ ബെൻഫോർഡ് ആണ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കളിക്കുന്ന ബെൻഫോർഡ് ആണ് 20 സ്ഥാനത്തുള്ളത്. 19 സ്ഥാനത്തുള്ളത് സ്പോർട്ടിംഗ് CP ആണ്. സ്പോർട്ടിംഗ് CP പോർച്ചുഗൽ ഇതിൽ കളിക്കുന്നതാണ്. അതേപോലെ 18 സ്ഥാനത്തുള്ള ബെൻഫിക്കയാണ്. ബെൻഫിക്കയ്ക്ക് ശേഷം 17 സ്ഥാനത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണുള്ളത്. അതേപോലെ തന്നെ 16 സ്ഥാനത്ത് ക്രിസ്റ്റൽ പാലസ്, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ക്രിസ്റ്റൽ പാലസ് ആണ്. അതേപോലെ തന്നെ 15 സ്ഥാനത്ത് ബ്രൈറ്റൺ ആണുള്ളത്. അതേപോലെ തന്നെ 14 സ്ഥാനത്ത് ലെവർകുസൻ ആണ്. 13 സ്ഥാനത്ത് ഡോട്ട്മണ്ട് ആണ്. 12 സ്ഥാനത്ത് അറ്റ്ലന്റിക്കോ മഡ്രിഡ് ആണ്. 11 സ്ഥാനത്ത് ന്യൂകാസിൽ യുണൈറ്റഡ് ആണ്. 10 സ്ഥാനത്ത് ഇനിയാണ് ഈ 10 സ്ഥാനങ്ങളിലേക്ക് ഇന്റർ മിലാൻ ഉണ്ട്. സിരിയയിൽ നിന്ന് ഇന്റർ മിലാൻ ഉണ്ട്. അതേപോലെ 9 സ്ഥാനത്താണ് സ്പാനിഷ് വമ്പന്മാരായ റയൽ മഡ്രിഡ് കിടക്കുന്നത്. 8 സ്ഥാനത്തുള്ള ചെൽസിയാണ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ വമ്പന്മാരായ ചെൽസിയാണ് 8 സ്ഥാനത്തുള്ളത്. ആസ്റ്റൺ വില്ലയാണ് 7 സ്ഥാനത്ത്. ആസ്റ്റൺ വില്ലനെ ഈ 2-3 സീസൺ നോക്കിക്കഴിഞ്ഞാൽ വല്ലാത്തൊരു കുതിപ്പ് തന്നെയാണ് അവർ നടന്നത്. ഈ സീസണിൽ 3 സ്ഥാനത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. നിലവിൽ അവർക്ക് ഈ സീസണിൽ നല്ലൊരു ഇതാണ് നടക്കുന്നത്. തുടർച്ചയായി 10 മത്സരങ്ങളാണ് ഈ ചങ്ങായിയുടെ ഇതിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ. അതേപോലെ 6 സ്ഥാനത്തുള്ള ലിവർപൂളാണ്. ലിവർപൂൾക്ക് പല പല പ്രശ്നങ്ങളൊക്കെ ഈ സീസണിൽ ഉണ്ടെങ്കിലും അവർ ഈ ഒരു ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ 6 സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. 5 സ്ഥാനത്താണ് സ്പാനിഷ് വമ്പന്മാരായ ബാഴ്സലോണയുള്ള. ബാഴ്സലോണ ഈ 5 സ്ഥാനം അർഹിക്കുന്നത്. എന്താ പറഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ അത്ര നല്ല പ്രകടനം നല്ല ഈ സീസണിൽ ബാഴ്സലോണ എടുത്തിട്ടുള്ളത്. പക്ഷെ ലീഗും അതേപോലെ ചാമ്പ്യൻസ് ലീഗ് ഒക്കെ പകുതി ആയിട്ടുള്ളൂ. ഇനിയും ഒരുപാട് മത്സരങ്ങൾ കഴിയാതെ ലീഗിൽ ഇപ്പോൾ ഒരു ടോപ്പിൽ തന്നെ നിൽക്കുന്നത്. അപ്പോൾ 4 സ്ഥാനത്തുള്ള PSG ആണ്. PSG ലീഗ് വണ്ണിൽ 2 സ്ഥാനത്താണ് നിൽക്കുന്നത് ആലോചിക്കണം. കഴിഞ്ഞ സീസണിലൊക്കെ മിന്നും ഫോമിൽ കളിച്ച് എല്ലാ ട്രോഫികളും വാരിക്കൂട്ടാവുന്ന എല്ലാ ട്രോഫികളും ആകെ പോയത് ചെൽസിക്ക് എതിരായിട്ട് ക്ലബ് വേൾഡ് കപ്പിലെ ഫൈനലിൽ ഒഴിച്ചാൽ ബാക്കി എല്ലാ കിരീടങ്ങളും അവർ സ്വന്തമാക്കി ലൂയിസ് എൻറിക്കിന്റെ കീഴിൽ. അപ്പോൾ 3 സ്ഥാനത്തുള്ള മാഞ്ചസ്റ്റർ സിറ്റിയാണ്. സിറ്റി ഈ സീസണിൽ തുടക്കം ഒന്ന് കാലഘട്ടം ഇപ്പോ ഗംഭീര തിരിച്ചുവരവ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആഴ്സണലിന്റെ തൊട്ട് പുറകിലുണ്ട്. ആഴ്സണലിനും ഇതാണ് ഒരു പേടി. തൊട്ട് താഴോട്ട് നോക്കുമ്പോൾ, മുകളിലോട്ട് നോക്കുമ്പോൾ 1 സ്ഥാനക്കാർ എന്ന പോസ്റ്റാണ് നിൽക്കുന്നത്. വേറെ ആരും ഇല്ല മുകളിൽ. പക്ഷെ താഴെ നോക്കുമ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിയാണ്. ഈ ചങ്ങായിമാർ എപ്പോൾ വേണമെങ്കിൽ വലിച്ച് താഴെയിടുന്നുള്ള ഒരു കഴിവുള്ള ചങ്ങായിമാരാണ്. അപ്പൊ അതുകൊണ്ട് ആഴ്സണൽ ഇതിന് മറികടന്നാൽ തന്നെ ആഴ്സണലിന് ഈ സീസൺ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് അടിക്കാൻ പറ്റും. 2 സ്ഥാനത്തുള്ളത് ബയൺ മ്യൂണിക്കാണ്. ബയൺ മ്യൂണിക്ക് എന്തുകൊണ്ട് 2 സ്ഥാനത്തായെന്ന് എന്റെ ഒരു ചോദ്യമുണ്ട്. എന്താ ഒറ്റ ഉത്തരവുള്ളൂ, ആഴ്സണലിനെതിരെ അവര് ചാമ്പ്യൻസ് ലീഗിൽ പരാജയപ്പെട്ടു ഒറ്റ കാരണമായിരിക്കും. എന്താ പറയുക, ലീഗിൽ ഇതുവരെ തോൽവി അറിയാനാണ് ബുണ്ടസ് ലീഗിൽ അവർ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തോറ്റൊരു ഒരു മത്സരം ആഴ്സണലിനെതിരെയാണെന്നുള്ള ആലോചിക്കണം. അപ്പൊ അതുകൊണ്ടാണ് 1ാം നമ്പറായിട്ട് ആഴ്സണൽ തന്നെ വന്നിരിക്കുന്നത്. ആഴ്സണലിൽ ഇപ്പൊ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ടോപ്പിലാണ്. ചാമ്പ്യൻസ് ലീഗ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ടോപ്പിലാണ്. കരബാവോ കപ്പിൽ സെമി ഫൈനലിൽ എത്തി നിൽക്കുന്നുണ്ട്. FA കപ്പിൽ 3rd റൗണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സീസണിൽ വാരാവുന്ന ട്രോഫികളൊക്കെ ഇവർക്ക് വാരാൻ പറ്റുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഈ ചങ്ങായിമാർക്ക് ചെറിയൊരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ അവസാനമാകുമ്പോൾ കലോട്ട് അടയ്ക്കാന്ന്. അതിപ്പോ എല്ലാം ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതെന്ത് ഇത് കാണാം. അതെ, ഇന്നസെന്റ് മറ്റേ പടത്തിൽ ലോട്ടറി അടിച്ചു, ഇത് കുറെ കേട്ടിട്ടുണ്ട്, നമ്പർ പറയുന്ന പറഞ്ഞ പോലെ ഇവരെ എപ്പോഴും കളിയാക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവർക്ക് 2ാം സ്ഥാനമാണ് ആഗ്രഹിക്കുന്നതെന്നുള്ള ഒരു ഇതുണ്ട്. അത് ഇപ്രാവശ്യം എൻ്റെ ഒരു ഇതിൽ ഇപ്രാവശ്യം അവർ മാറ്റിക്കൊടുക്കും. എന്താന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കൊല്ലം വരെ കിരീടം നേടാത്ത ഒരുപാട് ടീമുകളെ കഴിഞ്ഞ കൊല്ലം നേടിക്കഴിഞ്ഞു. അതേപോലെ ഓരോ ട്രോഫികൾ നേടാത്തവരൊക്കെ നേടിക്കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പോൾ PSG കാര്യം എടുത്ത് നോക്കിയാൽ, ന്യൂകാസിൽ യുണൈറ്റഡിന്റെ കാര്യം എടുത്ത് നോക്കിയാൽ, അതേപോലെ ക്രിസ്റ്റൽ പാലസിന്റെ കാര്യം എടുത്ത് നോക്കിയാൽ, അങ്ങനെ ഒരുപാട് ടീമുകൾ കപ്പുകൾ നേടിയ ഒരു ചരിത്രമുള്ള കഴിഞ്ഞ കൊല്ലത്തിന്. അപ്പൊ ഈ കൊല്ലം കഴിഞ്ഞ കൊല്ലം ആഴ്സണലിൽ ഞാൻ ചാമ്പ്യൻസ് ലീഗ് അടിക്കുന്നൊക്കെ വിചാരിച്ചതാ. പക്ഷെ സെമി ഫൈനലിൽ PSG ആയിരുന്നു എതിരാളിയാണ്. PSG ആണെങ്കിൽ അന്ന് ഗംഭീര ഫോമിലാണ് നിൽക്കുന്നത്. അങ്ങനെ ഈ സീസണിൽ ആഴ്സണലിന് ചുരുങ്ങിയത് 2 കപ്പെങ്കിലും അടിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം, ആഴ്സണൽ ഫാൻസിനെ പോലെ തന്നെ. അപ്പോൾ ഈ ഒരു റാങ്കിങ്ങിൽ ഏതെങ്കിലും ടീമുകൾ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടീമുകൾ ഏറ്റവും താഴെ ഇറങ്ങിപ്പോയിട്ടുണ്ട്? എൻ്റെ ഒരു ഇത് നോക്കുമ്പോൾ ഒപ്റ്റിമൈസ് ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒക്കെയാണ് ഈ ഒരു സ്റ്റാൻഡേർഡ് നോക്കുമ്പോൾ സമയത്ത്. ഇപ്പോഴത്തെ നിലവിൽ ഈ ഒരു ഫോമിൽ നോക്കുമ്പോൾ നിങ്ങൾ ലിവർപൂൾ 6ാം സ്ഥാനത്തിൽ എത്തിയിട്ട് 9ാം സ്ഥാനത്ത് നമ്മുടെ ചെൽസി 8ാം സ്ഥാനത്തും റയൽ മഡ്രിഡ് 9ാം സ്ഥാനത്ത് നിൽക്കുന്നതിനോട് ചെറിയൊരു യോജിപ്പുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ റയൽ മഡ്രിഡും ചാമ്പ്യൻസ് ലീഗിലായിക്കോട്ടെ, അതേപോലെ ലീഗിൽ 2nd പൊസിഷനാണ് നിൽക്കുന്നത്. അപ്പോൾ 5ാം സ്ഥാനത്തുള്ള ലിവർപൂൾ എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ 5ാം സ്ഥാനത്തുള്ള ലിവർപൂൾ ഇവിടെ 6ാം സ്ഥാനത്ത് വന്നതിൽ എനിക്കൊരു വിയോജിപ്പുണ്ട്. ബാക്കി ആസ്റ്റൺ വില്ലയൊക്കെ കുറച്ചുകൂടെ മുകളിൽ അർഹിക്കുന്നു. എന്താ പറഞ്ഞാൽ ഒരു ചാമ്പ്യൻസ് ലീഗിലായിക്കോട്ടെ, മറ്റേ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ആയിക്കോട്ടെ, അതേപോലെ ഇതിലും ചാമ്പ്യൻസ് ലീഗിലൊക്കെ അവർ മിന്നും പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് കുറച്ചുകൂടി മാറ്റം വരുത്തേണ്ടായത്. അപ്പോൾ ഒപ്റ്റയുടെ വിലയിരുത്തലാണ് നമ്മൾ പറയുന്നത്, നമ്മുടെ വിലയിരുത്തലല്ല.
നമ്മുടെ വിലയിരുത്തലാണെങ്കിൽ ആഴ്സണൽ തന്നെയാണ് ടോപ്പ്, സെക്കൻഡ് ബാഴ്സലോണയല്ല ബായർൻ മ്യൂണിക്കാണ്, അതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഒക്കെയുടെ വിലയിരുത്തൽ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടീമുകൾ ഇനി ആരൊക്കെയാണ് ഇതിൽ നമ്പർ 1 ആവാൻ ഇനി ലീഗ് കഴിയുമ്പോൾ ആരായിരിക്കും ടോപ്പിൽ വരാമെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ സെഷനുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.